ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് താക്കീത് നൽകിയെന്ന വാർത്ത ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ആണവ ചർച്ചകൾ പരാജയപ്പെടുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ അതിനുവേണ്ടി പല നീക്കങ്ങളും നടത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്, ഇറാനുമായി നടക്കുന്ന ആണവ ചർച്ചകളിൽ പുരോഗതിയുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ യുദ്ധത്തിലൂടെയല്ലാതെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ്. ഇതിനിടെ ഇസ്രായേൽ ഈ ചർച്ചകളെല്ലാം നടക്കുന്നതിനിടെ അമേരിക്കയെ അറിയിക്കാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു മിന്നലാക്രമണം നടത്തുവാൻ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് എന്ന വിവരം അമേരിക്കക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് താക്കീത് നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത് ഇറാനെതിരെ ഇസ്രായേൽ നടത്താൻ പോകുന്ന യുദ്ധത്തിൽ അമേരിക്കയെ കൂടി അണിനിരത്തുക എന്നതാണ്. ഇറാനെതിരെ ഒറ്റയ്ക്ക് ഒരു ആക്രമണം നടത്തുവാനുള്ള സൈനിക ശക്തിയും അതിനുള്ള ധൈര്യവും ഇസ്രായേലിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒരു മിന്നലാക്രമണം നടത്തും. ഉടനെ തന്നെ അതിനുള്ള തിരിച്ചടി ഇറാൻ നൽകുകയും ചെയ്യും. ഇതോടുകൂടി അമേരിക്കൻ സൈന്യത്തെയും ഈ യുദ്ധത്തിൽ പങ്കാളികളാക്കുക എന്നതാണ് നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കയിലെ അതിശക്തരായ ജൂത ലോബിയെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടാവില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന് താക്കീത് നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വാർത്തകളെല്ലാം പുറത്തു വന്നതോടുകൂടി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി ഇസ്രായേലിന് താക്കീതുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ നിരന്തരം തെറ്റുകൾ ആവർത്തിക്കുകയാണ്. ഇസ്രായേൽ ഇനിയും തെറ്റുകൾ ആവർത്തിക്കുകയാണ് എങ്കിൽ ഇറാൻ ഇസ്രായേലിന് വേണ്ടി നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഉടനെ തന്നെ അതിമാരകമായ തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി ഇന്നലെ വീണ്ടും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയയും അതുപോലെ ഇസ്രായേലിന്റെ സ്ട്രാറ്റജിക്കൽ വകുപ്പ് മന്ത്രിയായ റോൺ ഡിർമറും അമേരിക്കയിലെത്തിയിട്ടുണ്ട്. ഗസ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫുമായും ഇരുവരും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ അഭിപ്രായങ്ങളും ആശങ്കകളും അമേരിക്കയെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മൊസാദിന്റെ തലവനും ഇസ്രായേലിന്റെ തന്ത്രങ്ങളുടെ മന്ത്രിയായ റോൺ ഡിർമറും അമേരിക്കയിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഗസ വിഷയവുമായും ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചർച്ചകളുടെ വിഷയത്തിലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തില്ല എന്നാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് കനത്ത ഒരു തിരിച്ചടിയായി തുടരുകയാണ്.